Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പഠിച്ചു തുടങ്ങിയാ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? കുറച്ച് നോക്കി തുടങ്ങിയാ മതി. ഓക്കെ. മിസ്സേ, പറഞ്ഞോ. ഞങ്ങക്ക് മെയിൻ എക്സാമും വന്നേക്കണത് സെയിം ഡേ തന്നെയാണല്ലോ. ഒരേ ദിവസം ഓരോന്നാണ് പറഞ്ഞത്. 2 എക്സാം ഇല്ലേ നിങ്ങൾക്ക്? ഒരു ദിവസം 2 എക്സാം വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാലത്തും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം. അല്ല, ഞങ്ങളുടെ ബാച്ചിന് മാത്രമല്ല അങ്ങനെയുള്ളൂ. വേറെ ബാച്ചിനൊക്കെ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. പല ദിവസങ്ങളിലായിട്ടാണല്ലോ എക്സാം, 4 ദിവസങ്ങളില്. ആണോ? അതെ അതെ. ഞങ്ങക്ക് മാത്രാണ് അങ്ങനെ വന്നേക്കണേ ഇതുവരെ പരീക്ഷ വന്നേക്കണേല്. വേറെ ബാച്ചുകാർക്ക് 2 ദിവസമായിട്ടാണ്, അതും 2 ദിവസം വീതം ഗ്യാപ്പ് ഉണ്ട്. അതെ അതെ. ചോദിക്കട്ടെ കേട്ടോ. എന്തായാലും മക്കള് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഒരു സമയം കളയാനില്ല, ഒട്ടും കളയാനില്ല. ഓരോ ചാപ്റ്റർ എടുത്ത് ഫസ്റ്റ് മൊഡ്യൂളോടെ പഠിച്ചു തുടങ്ങാം. ഓക്കെ. ഇനി നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്തായി? വായിച്ചു നോക്കിയാ? നോക്കിയോ? എവിടെ വരെ എടുത്ത്? നമ്മൾ സർവേയുടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലേ? ടേബിള് സർവേയുടെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. പേജ് നമ്പർ മിസ്സിന് അറിയില്ല. എത്ര ചാപ്റ്റർ എന്ന് പറഞ്ഞേ? അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ. ചാപ്റ്റർ 50. പേജ് നമ്പറോ? പേജ് നമ്പറും കൂടി ഒന്ന് പറഞ്ഞേക്കോ കേട്ടോ. പേജ് നമ്പർ 60 അല്ലേ? ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സർവേ ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിട്ട് അല്ലെ? പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയാനായിട്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവര് കൊടുക്കുന്ന സർവീസിൽ വരുത്തേണ്ടതുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ചില ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആർ ആൻ ഇമ്പോർട്ടന്റ് വേ ടു സ്കെയിൽ ഹൗ ദ പേഷ്യൻസ് ഫീൽ അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രാക്ടീസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ? എന്താണ്? പേഷ്യൻസിന് അവര് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള സർവീസിൽ അവര് ലഭിക്കുന്ന അനുഭവങ്ങൾ അല്ലെ, അനുഭവം വഴി അവരുടെ ഫീലിങ്സ് അറിയാനായിട്ട് ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫീലിങ്സ് അളക്കുന്നതിനുള്ള ഒരു അളവുകോല്, സ്കെയിലാണ് അല്ലെ, അങ്ങനെയുള്ള ഒരു അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. കണ്ടന്റഡ് പേഷ്യൻസ്. ആരാണ് കണ്ടന്റഡ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും മീനിങ്? കണ്ടന്റഡ് പേഷ്യൻസ് are more probably to suggest the hospital to others. എന്താണ് contented എന്ന് പറഞ്ഞാല്? contented പഠിച്ചിട്ടുണ്ടല്ലോ. contented patients ആരായിരിക്കും? സംതൃപ്തരായ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഇതിനെയാണ് കണ്ടന്റഡ് എന്ന് പറയുന്നത്.
സംതൃപ്തി, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതിലൂടെ അവര് അതേഴ്സിനോട് പറയും അല്ലെ, അവർക്ക് കിട്ടിയ ക്വാളിറ്റി ഉള്ള സർവീസ് ആണ്, അതുപോലെ എന്താണ് ഫെസിലിറ്റി നല്ല രീതിയിൽ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതേഴ്സിനോട്, വീട്ടുകാരോട്, ഫാമിലി, റിലേറ്റീവ്സ്, അതുപോലെ നെയ്ബേഴ്സ് അല്ലെ, അങ്ങനെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവരും എവിടേക്ക് വരുന്നുണ്ട്? ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടയാകുന്നുണ്ട്. And they are also less probable to file complaints. അപ്പോ ഇങ്ങനെ സംതൃപ്തരായ പേഷ്യൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ഹോസ്പിറ്റലില് കംപ്ലൈന്റ്സ് ഉണ്ടാവോ? കൂടുതലായിട്ട് കംപ്ലൈന്റ്സ് ഉണ്ടാവോ? അങ്ങനെ സാധ്യതയുണ്ടോ? ഇല്ല, ലെസ് കംപ്ലൈന്റ്സ് ആയിരിക്കും അല്ലെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എന്താണ്? Earning and maintaining high patient satisfaction cause benefit medical organization and the patients in a lot of ways. എന്താണ്? ഇങ്ങനെ നല്ല രീതിയിലുള്ളൊരു എന്താണ് ഒരു ബെനഫിറ്റ് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? ഓർഗനൈസേഷൻ അല്ലെ, മെഡിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആരാണ്? ആരായിരിക്കും മെഡിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ആരായിരിക്കും? ആരെയാണ് അങ്ങനെ പറയുന്നത് മെഡിക്കൽ ഓർഗനൈസേഷൻസ്? ഹോസ്പിറ്റലിനെയാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ പേഷ്യൻസിനും നല്ല രീതിയിൽ എന്താണ് ഈ സർവേ മൂലം, ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് മൂലം ബെനഫിറ്റ്, പല വിധത്തിലുള്ള ബെനഫിറ്റ്സുകൾ ഉണ്ട്. ഇതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഒരു 6 പോയിന്റ്സ് ആണ് കേട്ടോ. എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആണ് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ, ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ് സ്റ്റാഫ് മൊറേൽ, higher productivity, reputation. Last one എന്താണ്? better clinical outcomes for patients. First one നോക്കിയേ. First one എന്താണ്? patients loyalty and retention. എന്താണ് ലോയൽറ്റി എന്ന് പറഞ്ഞാല്? ലോയൽറ്റി എന്താണ്? വിശ്വാസം അല്ലെ, അല്ലെങ്കിൽ വിശ്വസ്തത. ലോയൽറ്റി എന്ന് പറഞ്ഞാല് വിശ്വസ്തത. അതുപോലെ റിട്ടൻഷൻ എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്. എന്താണ് റിട്ടൻഷൻ? നിലനിർത്തുക അല്ലെ. പേഷ്യൻസിനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വസ്തത കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ബെനഫിറ്റ് ആണ് പേഷ്യൻസിനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. Patients have more choice in connection with their health care than ever before. എന്താ പറയുന്നത്? പേഷ്യൻസിന് അവർക്ക് ചോയ്സ് ഉണ്ട് അല്ലെ, മോർ ചോയ്സ് ഉണ്ട്, കൂടുതൽ ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന ഡോക്ടേഴ്സിനെ അല്ലെ, അവർ കാണുന്ന ഡോക്ടേഴ്സിനെ, അവർക്ക് ഇഷ്ടമുള്ള ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട്, ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവർക്ക് മോർ ചോയ്സ് ഉണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, മോർ ചോയ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു ദ ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്. അപ്പൊ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് അല്ലെ, സംതൃപ്തിയുള്ള പേഷ്യൻസ് എന്താണ്? കൂടുതലും വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. കൂടുതൽ എന്താണ്? വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പോ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഇപ്പോ രോഗം, ഇപ്പോ ഹോസ്പിറ്റലിൽ പോയാലേ ഇന്ന ഡോക്ടറെ കണ്ടാലേ നമുക്ക് അസുഖം മാറുള്ളൂ അല്ലെ. നമ്മൾ പറയാറില്ലേ അങ്ങനെ? ഇന്ന ഡോക്ടറെ കാണാം. എന്റെ മോൾക്കൊക്കെ എന്താണ് അവരുടെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവളെ ചെറുപ്പത്തിൽ തന്നെ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിച്ചാലേ മാറുള്ളൂ. അല്ലെങ്കിൽ ആ ഡോക്ടറിനെ കണ്ടാൽ മതി, മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറെ കണ്ടാൽ തന്നെ ചിലപ്പോ എന്താണ്, പനിയാണെങ്കിൽ പനിയായിട്ട് കൊണ്ടുപോയാല് ചിലപ്പോ അവിടെ പനി മാറും, ചിലപ്പോ വേർക്കും ഡോക്ടറെ കാണിക്കും. അങ്ങനത്തെ അവസ്ഥയാണ്. കാണാറില്ലേ? മക്കളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലെ, നമ്മൾ ഫേസ് ചെയ്യാറില്ല അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? എന്താണ്? ഡോക്ടറെ അല്ലെങ്കിൽ പേഷ്യൻസിന് എന്താണ്? ഇന്ന ഹോസ്പിറ്റലിൽ പോയാലേ രോഗം മാറുള്ളൂ, ഇന്ന ഡോക്ടറെ കണ്ടാലേ നമുക്ക് അസുഖം മാറുള്ളൂ അല്ലെ. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിരിക്കും. പിന്നെ എന്താണ്?
അതെ, നമുക്ക് തന്നെ അങ്ങനെയാണ്, നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ ഇപ്പൊ ജലദോഷം വന്നാല് വേറെ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ പനി വന്നാല് വേറെ ഹോസ്പിറ്റൽ, അങ്ങനെയല്ലോ നമുക്ക് പോകുന്നത്. നമ്മൾ കാണിച്ച ഹോസ്പിറ്റൽ തന്നെ, സെയിം ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ. ആ ഡോക്ടറെ കാണുമ്പോഴാണ് നമ്മുടെ അസുഖം മാറുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേര് അല്ലെ. ഓക്കെ, ഇനി this not only means they will schedule the necessary checkups, follow-ups and other required appointments, but they are more probable to give them. എന്താണ് നമ്മള് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ചെക്കപ്സുകൾ അല്ലെ, ചെക്കപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ഫോളോഅപ്സുകൾ അല്ലെ, ഡോക്ടറെ കണ്ട് രോഗം മാറി പിന്നെ വീണ്ടും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ തന്നെ പോവുള്ളൂ, ആ ഡോക്ടറെ കാണാനായിട്ടല്ലേ പോകുള്ളൂ. ഫോളോഅപ്സുകള്, അതുപോലെ തന്നെ ഇപ്പൊ അതർ റിക്വയർമെന്റ്സ്, അപ്പോയിന്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ആ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ സ്പെഷ്യലായിട്ട് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ കാണുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. കൂടുതലും എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ്, ആ ഹോസ്പിറ്റലിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ എന്ത് രോഗം വന്നാലും പോകുന്നത്. ഓക്കെ ആണോ? പിന്നെന്താണ്, ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കിൽ ദം. എന്താണ് അവിടെയുള്ള, അപ്പൊ അങ്ങനെ നമ്മൾ സെയിം ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, എവിടെ ഉണ്ടാവും, ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ലേ. നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്നു തുടക്കം തൊട്ടുള്ള കാര്യങ്ങള് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അല്ലെ, അവിടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണോ? ആ പാരഗ്രാഫ് വായിക്കുമ്പോ ക്ലിയർ ആവില്ല, മനസ്സിലാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. Satisfied patients are also grand ambassadors for hospital. അപ്പോ എന്താണ്, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാം, ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നിങ്ങളിപ്പോ കല്യാൺ സിൽസിലെ അംബാസിഡർ ആരാണ്? കല്യാൺ സിൽസിലെ ഇടയ്ക്കിടയ്ക്ക് ആഡ്സുകളിലൊക്കെ കാണാറുണ്ടല്ലോ നമ്മള് കല്യാൺ സിൽസിലെ അംബാസിഡർ ആരാണ്? പൃഥ്വിരാജ് അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത്, ഹോസ്പിറ്റലിന്റെയും ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് സംതൃപ്തിയുള്ള പേഷ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കണം. They tell their friends and family about good experience and bad ones with their friends and family. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഗുഡ് ആയാലും ചീത്തയായാലും നല്ലതായാലും ഉള്ള അഭിപ്രായങ്ങൾ അല്ലെ, എക്സ്പീരിയൻസ് നമ്മൾ ആരോടൊക്കെ പങ്കുവെക്കാറുണ്ട്? ഫ്രണ്ട്സിനോട്, ഫാമിലീസിനോട്, റിലേറ്റീവ്സിനോട് അല്ലെ, അതർ പീപ്പിൾസിനോടൊക്കെ നമ്മള് എക്സ്പീരിയൻസ് പങ്കുവെക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷനിൽ പറയുന്നത്. എന്തൊക്കെയാണ് പഠിച്ചത് നമ്മള്? എന്തൊക്കെയാ പറഞ്ഞത് അതിനകത്ത്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് മോർ ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ കൂടുതൽ വിശ്വസ്തയുള്ള, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണെങ്കിൽ കൂടുതൽ വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. അതുപോലെ തന്നെ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ നമ്മള് സെയിം ഹോസ്പിറ്റലിൽ എന്ത് വന്നാലും എന്താണ്, ഒരു രോഗം, ചെറിയ രോഗം വന്നാലും നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ സെയിം ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. അവിടെയുള്ള ചെക്കപ്സുകൾ എടുക്കാനായാലും, അതുപോലെ തന്നെ ഫോളോഅപ്സുകള്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണേണ്ടതുണ്ടെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകില്ലല്ലോ. അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്താണ് ട്രീറ്റ്മെന്റ് ഇപ്പോ നമ്മള് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, പിന്നെന്താണ് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് അംബാസിഡർ ഫോർ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. പിന്നെന്താണ്, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് ഗുഡായാലും നല്ലതായാലും ചീത്തയായാലും ഉള്ള എക്സ്പീരിയൻസ് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി, പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ ഒന്ന് വായിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കേണ്ടത്
Satisfied patients are also brand ambassador for hospital. ഓക്കെ, ബാക്കി എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് എല്ലാത്തിനും ഒരേ പോയിന്റ്സ് ആണ് പറയുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താണ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇത് ആർക്കായിരിക്കും ബെനിഫിറ്റ് ആകുന്നത്? ഹോസ്പിറ്റലിനാണോ പേഷ്യന്റിനാണോ ബെനിഫിറ്റ്? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാല് പ്രോഫിറ്റബിലിറ്റി ആർക്കായിരിക്കും? ഹോസ്പിറ്റലിനല്ലേ. ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. ആരുണ്ടെങ്കിലാണ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്? ആരായിരിക്കും? പേഷ്യൻസ് കൂടിയിട്ടുണ്ടെങ്കിലാണ് ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, നോക്കാം കേട്ടോ നമുക്ക്. കണ്ടന്റഡ് പേഷ്യൻസ് ഇവൻച്വലി ലീഡ് ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഫോർ ഹോസ്പിറ്റൽ ഇൻ മെനി വേസ്. എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഉയർത്താനായിട്ട് കുറെ വേസ് ഉണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മൂലം നമുക്ക് എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ വേകളുണ്ട്, വഴികളുണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് നോക്കി, കണ്ടന്റഡ് പേഷ്യൻസ് ഷോ അപ്പ് ഫോർ their appointments, which means that hospital do not lose money on dead hours during the day. എന്താണ്? ഹോസ്പിറ്റലുകളിൽ ഇപ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയാലും ഇപ്പൊ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ആരെ കാണാം? ഏത് സമയം എന്താണ്? തിരക്കല്ലേ. പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാല്ലേ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്താണ് അതന്നെ. എന്നാൽ രാത്രി അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്താണ് ഭയങ്കര തിരക്കായിരിക്കും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവിടുത്തെ എന്താണ് പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഹോസ്പിറ്റലൊക്കെ. അപ്പോ അവിടെ എന്താ പറയുന്നത്? അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതായാലും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണ് പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുകളിൽ എന്താണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിന് അവർക്ക് പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞു അല്ലെ. ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ആണ് മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് ഡെഡ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? പേഷ്യൻസ് ഇല്ലാതിരിക്കുന്നില്ല, അതാണ് ഡെഡ് അവേഴ്സ്. ഒരു മിനിറ്റ് പോലും എന്താണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ? ആണോ? ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടോ എല്ലാവരും? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ അവിടെ എന്താണ് റിസപ്ഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ക്യൂ ആയിരിക്കും പേഷ്യൻസിനെ കൊണ്ട് അല്ലെ. ഓരോ സ്റ്റാഫിനും ഓരോ ക്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അവിടെ ഡെഡ് അവേഴ്സ് ഇല്ല, പേഷ്യൻസ് ഇല്ലാതാവുന്നില്ലാതെ എന്താണ് ഓരോ മിനിറ്റിലും പേഷ്യൻസ് ഹോസ്പിറ്റലിലോട്ട്
മെഡിക്കൽ കോളേജിലൊക്കെ അങ്ങനെ തന്നെ. എല്ലാ ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയാലും എന്താണ് പേഷ്യൻസ് ആണ്. അപ്പോ അവിടെ സ്റ്റാഫുകൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അവിടെ ടെക് അവേഴ്സ് ഇല്ല, പേഷ്യൻസ് ഇല്ലാതാവുന്നില്ല, ഓരോ മിനിറ്റും പേഷ്യൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ പേഷ്യൻസ് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിലൂടെ കൂടുതലായിട്ട് പേഷ്യൻസ് വരുമ്പോ അവരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നില്ലേ, ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി എന്താണ് സെക്കൻഡ്, ദേ ഓൾസോ പ്രൊവൈഡ് grand reviews and patient satisfaction survey results that leads to new patient acquisition and improve ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്. നമ്മള് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ റിവ്യൂസ് കൊടുക്കാറുണ്ടോ ഓരോ ഹോസ്പിറ്റലില്? കൊടുക്കാറുണ്ട്. ഇപ്പോ എന്താണ് ഓൺലൈൻ ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ നമ്മൾ റിവ്യൂ കൊടുക്കാറില്ലേ? സ്റ്റാർ ഒക്കെ കൊടുക്കാറുണ്ടോ നിങ്ങള്? 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ഒക്കെ നമ്മൾ കൊടുക്കാറില്ലേ? അതുപോലെയാണ് ഇത് ഈ ഹോസ്പിറ്റലുകാർ നടത്തുന്ന പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ റിവ്യൂസ് കൊടുക്കും ആളുകൾ. അപ്പൊ അതിലൂടെയും എന്താണ് പുതിയ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റെടുക്കൽ, പുതിയ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ ഓരോരുത്തർക്കും എന്താണ്, ഇപ്പൊ ഒരാള് പോലും ഉണ്ടാവില്ല ഇൻഷുറൻസ് എടുക്കാത്തത്, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ അല്ലെ? ആണോ? അങ്ങനെയാണോ? ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? അങ്ങനെയാണല്ലേ. ഒരാൾക്ക് പോലും ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടാവില്ല. അപ്പൊ ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടവ്. ഇൻഷുറൻസ് എടുത്തിട്ട് അവർക്ക് അതില് കൂടുതൽ പൈസക്ക് ആവേണമെങ്കിൽ, ട്രീറ്റ്മെന്റിനൊക്കെ കൂടുതൽ പൈസ ആവേണമെങ്കിൽ എന്താണ്, ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം അല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യാതെ? അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അതിലും കൂടുതൽ ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ് തിരിച്ചടവിലൂടെ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിലൂടെയും ഹോസ്പിറ്റലിന് പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. മനസ്സിലായോ 2 കാര്യങ്ങള്? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് എന്ത്, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറേൽ. മൊറേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊറേൽ എന്തായിരിക്കും? സ്റ്റാഫിന്റെ ജീവനക്കാരുടെ മനോവീര്യം, മനോവീര്യം വർദ്ധിപ്പിക്കാം.
ഓക്കെ, ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ, നോക്കിക്കോളൂ. Generating a patient-focused culture does not have to come at the cost of employee satisfaction. ഇപ്പൊ നമുക്കറിയാം എന്താണ്, ഹോസ്പിറ്റലുകള് കൂടുതലും ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ആരെയായിരിക്കും ഹോസ്പിറ്റലുകള്? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചല്ലോ, ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടും? പേഷ്യൻസ് അല്ലെ, പേഷ്യൻസ് സെന്റേർഡ് ആയിട്ട് മാറിയല്ലേ ഹോസ്പിറ്റലുകള്? കൂടുതല് രോഗി കേന്ദ്രീകൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ അവിടെ എന്താണ്, അവര് പേഷ്യൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതിയോ? പേഷ്യൻസിന് മാത്രം പോരാ, പിന്നെ ആർക്കാ കൊടുക്കണ്ടേ? ആർക്കും കൂടി കൊടുക്കണം, എംപ്ലോയീസിനും കൂടി കൊടുക്കണ്ടേ പ്രാധാന്യം അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന കൂടുതൽ അല്ലെ, എന്താണ് ഹോസ്പിറ്റലൊക്കെ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ലിറ്റി ഇല്ലേ, ലിറ്റി. പിന്നെ ആരുള്ളത്? മുൻകാലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാര് ലിറ്റി ഉണ്ട്, മിസ്സിന് അറിയാം. പിന്നെ ആരായിരുന്നു? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? ഇല്ല, ആരുമില്ല. ലിറ്റിക്ക് അറിയാൻ പറ്റുമല്ലോ ഹോസ്പിറ്റലുകൾ എന്താണ് അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? ലിറ്റി ഒന്ന് പറയാൻ പറ്റുമോ? 1 minute കേട്ടോ. ഓക്കെ, എങ്ങനെയാണ്? പേഷ്യൻസിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് അവിടെ ഹോസ്പിറ്റലില്? പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫിനും എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ആയിരുന്നോ? അതെ 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 അതെ. പിന്നെ നമ്മളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവിടുത്തെ? നമ്മൾക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തരാറുണ്ട്. അപ്പൊ സ്റ്റാഫിന്റെ ഇതും കൂട്ടാറുണ്ട്. പിന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് സ്റ്റാഫിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടും ഹോസ്പിറ്റല് പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. അപ്പോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, കൂടുതല് എന്താണ് ഹോസ്പിറ്റലുകള് പേഷ്യന്റ് സെന്റേർഡ്, രോഗി കേന്ദ്രീകൃതമായിട്ട് അല്ലെ, അങ്ങനെയുള്ള കൾച്ചർ ആയിരുന്നു ജനറേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്താൽ പോരാ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും കൂടി പ്രാധാന്യം കൊടുക്കണം. എന്നാലേ ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുൾ ആയിട്ട് പോകുള്ളൂ അല്ലെ. അവർക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ, ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലോ ഏതെങ്കിലും ഒരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നാല് നിങ്ങൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടാവോ? അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവോ? ഇല്ല അല്ലെ. നമ്മുടെ ഫീലിങ്സോ അല്ലെങ്കിൽ നമ്മളെ കൺസിഡർ ചെയ്യണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ നിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡറേഷൻ കൊടുക്കണം. ഓക്കെ, അവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കണം നമ്മൾ. ഇനി എന്താണ്, ഇൻഫാക്ട് taking step to involve and motivate your staff in crucial part of delivering outstanding patient care. നല്ല രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകളെ എന്ത് ചെയ്യിക്കണം? മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം അല്ലെ. എങ്ങനെയെല്ലാം മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക്? നല്ല രീതിയിലുള്ള ഒരു പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് സ്റ്റാഫുകളെ എങ്ങനെയെല്ലാം ഏതൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം? സെമിനാർ, അതുപോലെ ട്രെയിനിങ്ങുകൾ കൊടുക്കാം. ഓക്കെ, പിന്നെന്താ? ട്രെയിനിങ്, വെരി ഗുഡ്. ഇൻസെന്റീവ്, ഓക്കെ.
വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക, അല്ലെ, സാലറി കൂട്ടി കൊടുക്കുക, പ്രമോഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താണ്, അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്താണ്, വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടാകും. ഇനി നോക്കിയേ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫ്റ്റൻ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. നമുക്കറിയാം എന്താണ്, ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തായിരിക്കും, ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് ആണ് അല്ലെ. സ്ട്രെസ് നിറഞ്ഞ എൻവയോൺമെന്റ് അല്ലേ. ജോലി തിരക്കുകള്, ഒരു മിനിറ്റ് പോലും അവർക്ക് ഇരിക്കാനുള്ള നേരം ഉണ്ടാവില്ല. ചിലപ്പോ എന്താണ്, ഫുഡ് കഴിക്കാൻ പോലും അവർക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയാണോ? ഫുഡ് കഴിക്കാൻ പറ്റോ അവിടെ? അല്ല, ടൈം കിട്ടുമോ എന്നാണ് മിസ് ചോദിച്ചത് കേട്ടോ. അങ്ങനെയാണോ? ടൈം ഒക്കെ കിട്ടാറുണ്ടോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോ? ആ, ഓക്കെ. അപ്പൊ എന്താണ്, അപ്പൊ ഹോസ്പിറ്റല് അതിന്റെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല്, ഹോസ്പിറ്റല് അതിന്റെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. കണ്ടോ, ചേച്ചി പറഞ്ഞത് കേട്ടോ, ബിസിയാണ്, ഏത് നേരം നോക്കിയാലും എന്താണ്, ഓട്ടം അതും ഇതൊക്കെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇനി എന്താണ്, ട്രെയിനിങ് ആൻഡ് strengthening the employees make them able to perform their job to the best of their abilities and make the field value and increase staff retention. എന്താണ്, സ്റ്റാഫിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. നല്ല രീതിയിൽ അവരുടെ എന്താണ്, എല്ലാ കാര്യങ്ങളും അല്ലെ, അവരുടെ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്, അവരെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ അവരെ അവിടെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവരെ മനസ്സിലാക്കുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ എന്താണ്, എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നോ ഹൗ ടു carry out attentive service. Attentive service എന്ന് വെച്ചാൽ എന്താണ്, ശ്രദ്ധയുള്ള. അറ്റൻറ്റീവ് എന്ന് പറഞ്ഞാല് ശ്രദ്ധയുള്ള, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസ് വരാം അല്ലെ. അങ്ങനെയുള്ള സർവീസുകള് എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് കൂടുതൽ പറയാൻ പറ്റും. കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ആരൊക്കെയാണ്. അതുപോലെ എന്താണ്, പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ് അല്ലെ. പേഷ്യന്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്, ഇപ്പൊ നിപ്പ അറിയില്ല നിങ്ങൾക്ക്, നിപ്പയൊക്കെ വന്നപ്പോ ഒരു സിസ്റ്റർ മരിച്ചില്ലേ, ഒരു നേഴ്സ്, ആരായിരുന്നു ഓർമ്മയുണ്ടോ? നേഴ്സ് മരിച്ചല്ലേ. അവരെന്താണ്, കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആർക്കാണ്, പേഷ്യന്റിനാണ്. പേഷ്യന്റിനെ നോക്കിയത് കൊണ്ടാണ് ലിനിക്ക് അല്ലെ, ലിനി എന്ന് പറഞ്ഞ നേഴ്സ് അല്ലെ, ആ ലിനിക്കും എന്ത് പറഞ്ഞത്, നിപ്പ പറഞ്ഞത്. അപ്പൊ കൂടുതലും അവർ പ്രാധാന്യം കൊടുത്തത് പേഷ്യന്റിനാണ്. അതുകൊണ്ടാണ് അവർക്കും അത് വന്നത്, മരിക്കാൻ ഇടവന്നത്. അപ്പോ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും, അറ്റൻറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസിലൂടെയും ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും ചെയ്യാനായിട്ട്, അറ്റൻറ്റീവ് സർവീസിലൂടെയും പേഷ്യന്റ് ഫോക്കസ് സർവീസിലൂടെയും രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? That helps to boost patient satisfaction scores. ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾ, ഇതാണ് അറ്റൻറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്യുന്ന സർവീസുകൾ, രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിനെ സംതൃപ്തി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ ആണോ? എൻഹാൻസ് സ്റ്റാഫ് മൊറേല്. വായിച്ചു നോക്കിയൊന്ന്, ഓരോ കാര്യങ്ങളും ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? നോക്കിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഹയർ പ്രൊഡക്ടിവിറ്റി. ഇത് ആർക്കായിരിക്കും? ആരുടെ ബെനിഫിറ്റ് ആയിരിക്കും? പേഷ്യന്റിന്റെ ആണോ ഹോസ്പിറ്റലിന്റെ ആണോ ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിന്റെ. നോക്കിക്കോളൂ. ഇൻവെസ്റ്റിംഗ് ഇൻ training and software to make better the patient's experience can also increase staff and provide productivity in the organization. എന്താണ് നമ്മളിപ്പോ കൂടുതൽ ഇപ്പൊ പേഷ്യൻസ് ആണ് കൂടുതൽ അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ ഓൺലൈൻ വഴി ചെയ്യുന്നത് അല്ലെ? അങ്ങനെയല്ലേ ഇപ്പൊ? അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ക്യൂ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കാണുകയാണ് ചെയ്യുന്നത് അല്ല. ഇപ്പൊ എന്താണ് ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ആയാലും കൂടുതൽ മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പേഷ്യൻസ് തന്നെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതും ഡോക്ടറെ സെലക്ട് ചെയ്യുന്നതും. നമ്മൾ പഠിച്ചില്ലേ? ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓൺലൈൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോ ഇവർക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് മൂലം, അതുപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത് മൂലം അവർക്ക് എക്സ്ട്രാ വർക്കുകൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഇപ്പോ പേഷ്യൻസ് അവര് തന്നെയാണ് ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഡോക്ടറെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എന്താണ്, അവർക്ക് ടൈം കുറിച്ച് അവരുടെ വർക്കില് അവർക്ക് ഒന്നുകൂടി എക്സ്ട്രാ വർക്കുകൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. ഇനി എക്സാമ്പിൾ നോക്കി ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. For example, if the hospital executes secure online appointment scheduling and patient messaging, staff may spend as much 50% less time for the phone with patient. Consequently, staff can perform extra tasks with allow us to run the cleaner നാക്കണം കേട്ടോ. ക്ലീനർ ഓഫീസ് ഇവിടെ ക്ലീനർ നാക്കാം. സി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്? മിസ് പറഞ്ഞത് പോലെ തന്നെ എന്താണ്, ഓൺലൈൻ ആയിട്ടാണ് ഇപ്പോഴുള്ള അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടുതലും ആരാണ്? പേഷ്യൻസ് തന്നെയാണ് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത്, അതുപോലെ ഡോക്ടറെ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ പേഷ്യൻസിന് ഇപ്പോ ഡീറ്റെയിൽസുകളല്ലേ, അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് മെസ്സേജ് വഴിയാണ് കൊടുക്കുന്നത് അല്ലെ? ആണോ? അങ്ങനെയല്ലേ കൊടുക്കുന്നത്? മെസ്സേജ് വഴി ആണോ? മെസ്സേജ് വഴിയാണ് അപ്പോയിന്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇപ്പോ എന്താണ് 100%-ല് 50%-ഉം ഇങ്ങനെ ഫോണിലുള്ള അല്ലെങ്കിൽ ഓൺലൈൻ വഴി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മൂലം അവർക്ക് എന്താണ് ടൈം കിട്ടുന്നുണ്ട്. എക്സ്ട്രാ വർക്കുകൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോ ബാങ്കിലൊക്കെ നമ്മൾ പോകുമ്പോ നമ്മള് ചെക്ക് എഴുതി ഇപ്പൊ ക്യാഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്നോ അല്ലെങ്കിൽ ക്യാഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെക്ക് എഴുതി ക്യൂ നിന്ന് അവർക്ക് കൊടുത്ത് അല്ലെ? അപ്പൊ അവര് ചിലവര് പറയാറുണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾ പറയാറുണ്ട്, നിങ്ങൾ ATM വഴി എടുത്തോളാൻ അല്ലെ? കൂടുതൽ ടൈം അല്ലെ? അവർക്കും ഈസിയാണ്, അതുപോലെ നമുക്കും ക്യാഷ് കിട്ടാൻ എളുപ്പമായതുകൊണ്ട് പറയാറുണ്ടോ? അപ്പൊ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ ചെയ്യാൻ, എക്സ്ട്രാ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് ഓൺലൈൻ വഴിയുള്ള അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും പേഷ്യൻസ് എടുക്കുന്നത് മൂലം സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി എന്താണ്, when the hospital lessens the patient no show and late cancellation, hospital have less dead time in scheduling and the can maximize the patient time and related billing. എന്താ പറയുന്നത്? ഇത് തന്നെയാണ് കേട്ടോ. തന്നെയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഇത് തന്നെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞത്? എന്താണ്? നോ ഷോ അല്ലെ? പേഷ്യന്റ് നോ ഷോ. ചിലപ്പോ എന്താണ്, ഇപ്പോൾ ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോ ചിലപ്പോ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ നമ്പർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ വീട് അടുത്താണെങ്കിൽ ചിലപ്പോ വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പേഷ്യൻസ് പോകും. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ വേറെ വല്ല കാര്യങ്ങൾക്കും അവിടെ നിന്ന് പോവാറില്ലേ? കാണാറില്ലേ നിങ്ങൾ? ഇപ്പൊ നമ്പർ വിളിക്കുമ്പോൾ ചില പേഷ്യൻസ് ഉണ്ടാവില്ല. കാണാറുണ്ടോ?
ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ലേറ്റ് ക്യാൻസലേഷൻ, അവര് തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സ് ക്യാൻസൽ ചെയ്യാറുണ്ട്. വരാൻ പറ്റാതിരിക്കും ഇരിക്കുമ്പോൾ എന്താണ് ക്യാൻസൽ ചെയ്യാറുണ്ട്. അപ്പൊ അവർ തന്നെ ഓൺലൈനിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം എന്താണ് അവർക്ക് കൂടുതൽ ടൈം എക്സ്ട്രാ വർക്കുകൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബില്ലടയ്ക്കുന്നത് അല്ലെ, എങ്ങനെയാ ബില്ലടയ്ക്കുന്നത് പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ഗൂഗിൾ പേ വഴി അല്ലെ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മളൊന്ന് കടയിൽ പോകണമെങ്കിൽ വരെ എന്താണ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പേ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ പേ വഴിയാണ് അല്ലെ, ഓൺലൈൻ പേയ്മെന്റ് ആണ് നടത്തുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ വഴിയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? വായിച്ചു നോക്കിയേ. അപ്പൊ അതുമൂലം എന്താ പറയുന്നത്, ഇതിന്റെ കണ്ടന്റ് എന്താണ്? അതുമൂലം സ്റ്റാഫുകളുടെ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുമൂലം ഹോസ്പിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ എന്താണ്? റെപ്യൂട്ടേഷൻ പ്രശസ്തി. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് പ്രശസ്തി. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ് അല്ലെ. സംതൃപ്തിയുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ പ്രശസ്തി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരിൽ നിന്ന് കുറെ വേകളുണ്ട്, കുറെ വഴികളുണ്ട്. അവര് കുറെ വഴികളിലൂടെ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് പേഷ്യൻസിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ കൂട്ടാനായിട്ട് പറ്റും. ഫസ്റ്റ് HCA HPS എന്ന് പറഞ്ഞാൽ ഒരു സർവേ തന്നെയാണ് കേട്ടോ. നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പോലെയുള്ള സർവേ ആണ്. ജസ്റ്റ് ഒന്ന് അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ചിലപ്പോ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. H എന്ന് പറഞ്ഞാല് H സ്റ്റാൻഡ്സ് ഫോർ ഹോസ്പിറ്റൽ. പറയാട്ടോ, നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഹോസ്പിറ്റൽ, കൺസ്യൂമർ, hospital, consumer, assessment of healthcare, hospital, consumer, assessment of healthcare providers and system. Healthcare providers and system. എല്ലാവർക്കും കിട്ടിയോ എക്സ്പാൻഡഡ് ഫോം?
Okay. Hospital consumer assessment of healthcare providers and system. Okay. So first എന്താണ് HCA, HPS scores are public specifically so people can learn about the physicians, they can consult and make an informed choice about their health care. എന്താണ് നമുക്ക് ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് എന്താണ് നമ്മൾക്ക് ഇഷ്ടത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെ. അതുപോലെ തന്നെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് എന്താണ് അറിയാനായിട്ട് എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ എന്താണ് ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആസ്റ്റർ മെഡിസിറ്റി ഒരു ഹോസ്പിറ്റൽ നമ്മൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ എല്ലാ കാര്യങ്ങളും വരില്ലേ? അടിച്ചു കൊടുത്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലെ വിവരങ്ങള് അറിയാനായിട്ട് അല്ലെ? നമുക്ക് എന്താണ് ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഹോസ്പിറ്റലിലെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ കിട്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിന്റെ റിവ്യൂ ഓരോരുത്തർ എഴുതിയിരിക്കുന്ന റിവ്യൂകള് അതുപോലെ എന്താണ് ഇപ്പൊ ഏതൊക്കെ ഡോക്ടേഴ്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടേഴ്സ് ഉണ്ടാവും, അവരുടെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചു നോക്കാത്തവരൊന്നും നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അവര് കൊടുക്കുന്ന സർവീസുകള്, അവര് കൊടുക്കുന്ന ഫെസിലിറ്റീസുകള്, പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് പാർക്കിംഗ് ഇമേജുകള്, അതിന്റെ ഇമേജുകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് സ്പെഷ്യലിസ്റ്റ് അല്ലെ? അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഈ നോക്കാത്തവര് ശ്രദ്ധിക്കുക, ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം, നെറ്റിൽ കയറി നോക്കാം കേട്ടോ. ഇനി സെക്കൻഡ് നോക്കിയേ. Positive score make the organization much more attractive options. Additionally, hospital can utilize automated message to ask patients for feedback after their appointments. Some programs involve follow-up postings which easy to follow, links to ask contented patients to leave reviews on hospital, Google, business profiles or other platform. And finally, happy patients we suggest the hospital to friends and family. When it comes to referral, word of mouth is the gold standard. എന്താണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത്? എന്താണ് ഇപ്പോ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യേണ്ടേ? നമ്മൾ കൊടുത്തിരിക്കുന്ന സർവീസിൽ അല്ലെങ്കിൽ എന്താണ് കൊടുത്തിരിക്കുന്ന ക്വാളിറ്റി ഉള്ള സർവീസ് ആണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് നമ്മൾ അറിയണം അല്ലെ? അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽസ് അല്ലെങ്കിൽ അതർ വെബ്സൈറ്റുകളിലൂടെ അല്ലെങ്കിൽ അതർ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് ഓരോ ലിങ്കുകൾ അയച്ചു കൊടുക്കും. പേഷ്യൻസ് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആ ലിങ്കിലൂടെയാണ് അവർ ഫീഡ്ബാക്കുകൾ അയക്കുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളിപ്പോ PGക്കോ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ പ്രൊജക്ട് ചെയ്തിട്ടില്ലേ? പ്രൊജക്ട് എങ്ങനെയാ ചെയ്യാറ്? നമ്മൾ എങ്ങനെയാ ഇൻഫർമേഷൻസ് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് അല്ലെ? ലിങ്ക് അയച്ചു കൊടുത്തിട്ടല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ആ ലിങ്കില് ഒരു കയറിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് നമ്മൾക്ക് അയക്കും അല്ലെ? സബ്മിറ്റ് ചെയ്യും. അങ്ങനെയല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്. അപ്പോയിന്റ്മെന്റ്സിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള ഹാപ്പി പേഷ്യൻസ് അല്ലെ, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്? ആ ഹോസ്പിറ്റല് മറ്റുള്ള ഫ്രണ്ട്സിന്, ഫാമിലിക്ക്, റിലേറ്റീവ്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? ഇനി വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് ഓഫ് മൗത്ത്
വായ്മൊഴികളിലൂടെയൊക്കെ ഹോസ്പിറ്റലിലെ നിലവാരം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. നമ്മൾ പറയൂലേ, ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറുണ്ട്, ഫാമിലീസ്, റിലേറ്റീവ്സ്, നൈബേഴ്സ് അല്ലെ, അവരോടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ. ഫെസിലിറ്റീസ്, അവര് തരുന്ന സർവീസുകള്, അവര് തരുന്ന ഫെസിലിറ്റീസ്, അവര് തരുന്ന കെയർ അല്ലെ, ട്രീറ്റ്മെന്റുകള്, അതുപോലെ ഫീ അല്ലെ, പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ നമ്മൾ എന്താണ് വായിലൂടെയാണല്ലേ പറയുന്നത്, വായ്മൊഴികളിലൂടെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രശസ്തി നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നിലവാരം നിലനിർത്താനായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ, ഈ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി നോക്കാം കേട്ടോ. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. നോക്കിക്കോളൂ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈൻസ്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണയുള്ള, അവർ ഉദ്ദേശിക്കുന്നത് അനുസരണയുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. സാറ്റിസ്ഫൈഡ്, സംതൃപ്തിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർമാര് പറയുന്നത് കേൾക്കും അല്ലെ. എക്സസൈസ് എടുക്കണം, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കണം, ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് ഇന്നതാണ് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്, ഇന്ന എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ പറയുമ്പോ എന്താണ് നമ്മളത് കേൾക്കാനായിട്ട് അല്ലെ പറയില്ലേ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ്, സംതൃപ്തിയുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് അതില് നല്ല സംതൃപ്തിയുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡോക്ടർ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവില്ലേ? അനുസരിക്കില്ലേ ഡോക്ടർ പറയുന്നത്? ആണോ? ചെയ്യാറുണ്ടോ? അനുസരിക്കും. ഓക്കെ, it means they are more probable to get better and effectively manage chronic health issues അല്ലെ. chronic health issues എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആകുമ്പോൾ അവര് ഡോക്ടർ പറയുന്നത് കേൾക്കാനും നല്ല രീതിയിൽ അവരുടെ ബെറ്റർ ഹെൽത്ത് കണ്ടീഷൻ എഫക്റ്റീവ് ആയിട്ട് ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി എന്താണ്? കോൺസിക്വന്റ്ലി they feel better and like hospital treatment and care make a difference to their well-being and quality of life. എന്താണ്? ഇങ്ങനെ അനുസരണയുള്ള പേഷ്യൻസ് ആകുമ്പോൾ അവർക്ക് എന്താണ് ഹോസ്പിറ്റലുകാർ നൽകുന്ന ട്രീറ്റ്മെന്റിലൂടെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? പിന്നെ എന്താണ്? This also leads them into remain
loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefit. ഇങ്ങനെ അനുസരണയുള്ള പേഷ്യൻസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമെന്ന്, അതുപോലെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് നടത്തും, അതുപോലെ അവർ സാറ്റിസ്ഫൈഡ് ആവും. ഇനി അവര് പറയുമ്പോ എന്താണ്, വേറെ ആളുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ആളുകൾ വരും അല്ലെ, അവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് ആവും. എന്താണ്, ഇതൊരു സൈക്കിൾ പോലെ, സൈക്കിൾ എന്ന രീതിയിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അപ്പോയിന്റ്മെന്റ് എടുക്കും, ട്രീറ്റ്മെന്റ് ചെയ്യും, അവർ സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു സൈക്കിൾ രൂപത്തിലാണ് അവിടെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ നിലനിർത്തും എല്ലാ കാര്യങ്ങളും. മനസ്സിലായോ? Better clinical outcomes for patients. എന്താ പറഞ്ഞത്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണെങ്കിൽ അവർ അനുസരണയുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാവുന്ന, അതുപോലെ തന്നെ അനുസരിക്കാനായിട്ട് തയ്യാറാവുന്ന പേഷ്യൻസ് ആണ് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള എന്താണ് വിട്ടുമാറാത്ത രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ മൂലം അവർക്ക് അവരുടെ ബെറ്റർ ആയിട്ട് ഹെൽത്ത് കണ്ടീഷൻ പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബെറ്റർ ഹെൽത്ത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്, ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ അവരുടെ ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അങ്ങനെ ഒരു സൈക്ലിക്കൽ രൂപത്തിലാണ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ട് പോകുന്നത്, നല്ല രീതിയിൽ സൈക്ലിക്കൽ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? 6 പോയിന്റ്സും നാളെ വരുമ്പോ വായിച്ചിട്ട് വരാട്ടോ. ബോറടിക്കും, എന്നാലും നമുക്ക് പഠിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, എല്ലാ പോയിന്റിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടോ? ഇനി ഇല്ല, എല്ലാവർക്കും ഓക്കെ ആണല്ലേ?